ബൈനാക്കുലർ ടോക്സിൻ്റെ നല്ല കുരുമുളകിൽ നല്ല നല്ല കുരുപിരാന്ന് കഴിക്കാവുന്ന ഒരു പന്നി ഫ്രൈ കേട്ടല്ലോ. അതിനൊരു കാര്യം ശ്രദ്ധിച്ചോണം, ഇച്ചിരി നെയ്യുണ്ട്. ഈ നെയ്യ് മറ്റേ വെളിച്ചെണ്ണ ഒന്നും തിരുമ്മി ഉരുകാതിരിക്കരുത്. ഈ നെയ്യ് കുക്കറിനകത്തിട്ട് വേവിക്കുമ്പോൾ ഈ നെയ്യ് ഉരുകിക്കോട്ടെ. നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഈ നെയ്ക്കകത്താണ് കേട്ടല്ലോ. അപ്പോൾ നമ്മളിത് പന്നി ഉപ്പിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട, പന്നി തട്ടി ഉണ്ടല്ലോ. 1 കിലോ പന്നിയുണ്ട്. ഉപ്പിനെ നന്നായിട്ട് ഒന്ന് തിരുമ്മി പിടിക്കണം. ഉപ്പ് ആദ്യം ഒന്ന് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. ഓരോ സാധനം ഇട്ട് തിരുമ്മി പിടിപ്പിക്കും തോറും ഇതേ പിടിക്കും. വലിയ നാണക്കേടൊക്കെ പരിഭവം തോന്നുന്നില്ലെങ്കിൽ ഒന്ന് ഉപ്പ് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. അത് പൊളിച്ചു ഉപ്പുണ്ടോ? പിന്നെ എന്നിട്ടേ വലിയ നമുക്ക് ഈ ഇടയ്ക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഇതിനകത്ത് പെറുക്കി ചുമ്മാ കഴിക്കാം. ഇതിനകത്ത് ഇത് പിടിക്കാൻ വേണ്ടി, ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് പിടിക്കാൻ വേണ്ടി മാത്രം ഇടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ബാക്കിയൊക്കെ നമ്മൾ ഫ്രൈക്ക് സെപ്പറേറ്റ് എടുക്കും. കുറച്ച് സവോള, ഒരു പച്ചമുളക്, കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടി മിക്സ് ചെയ്തേക്കുന്നതാണ്. അത് ശരിയാണ്. ഏത് കാശ്മീരി സാധാ. ഇച്ചിരി മല്ലിപ്പൊടി, ഒരു പേരിന് മല്ലിപ്പൊടി, നമ്മുടെ മഞ്ഞൾ പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി, പക്ഷേ മഞ്ഞൾ പൊടി പറയടേ, മഞ്ഞൾ പൊടി വളരെ കുറച്ച്, പിന്നെ നമ്മുടെ സ്വന്തം കുരുമുളക് പൊടി ഉണ്ടല്ലോ ഇട്ടിട്ട് നന്നായിട്ട് കരച്ച് ഉണക്കി നമ്മൾ വെച്ചേക്കാം. നന്നായിട്ട് തിരുമ്മം കേട്ടോ, ചുമ്മാ തിരുമ്മിയാൽ പോരാ. ഇത് കണ്ടല്ലോ, തുള്ളി പോലും വെള്ളമില്ല. അത് ശ്രദ്ധിച്ചോണം. ഇതിനകത്ത് വെന്ത് കഴിയുമ്പം ഇതിന് നെയ്യ് ഉരുകി ആയിക്കോളും. നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കും കേട്ടോ. അതുകൊണ്ട് ഒരു തുള്ളി വെള്ളമില്ല. അതെ, ഇതിനെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഫസ്റ്റ് നല്ല ഫ്ലെയിമിൽ വെച്ച് 1 വിസിൽ അങ്ങോട്ട് അടുപ്പിക്കണം. അതെന്ന് വെച്ചാൽ ഇവനെ പിന്നെ ഒരു മീഡിയത്തിൽ വെച്ചൊരു 4 വിസിലൂടെ അന്നേരത്തെ നമ്മൾ സെറ്റാവും. വെന്ത് നല്ല പുരുപുരാവും. പിന്നെ ഇവൻ്റെ നെയ്ക്കകത്ത് നമ്മളിവനെ ബാക്കി ഇൻഗ്രീഡിയൻസ് വെച്ച് ഫ്രൈ ചെയ്തെടുക്കും. ഓക്കെ, ഇത് 1 കിലോ ആണ് അല്ലേ? 1 കിലോ. ഇത്രയും കൂടെ ചെറിയ പീസാക്കി എടുത്താൽ ഇത്രയും കൂടെ സൂപ്പറാണ്. ഇത് ഇത്തിരി വലിയ പീസായി പോയി. ബംഗാളി കണ്ടോളും പന്നി ഫ്രൈ അങ്ങനെ ഇത് വിറ്റാ പോരെ. ഓക്കെ, സെറ്റിൽ. കുക്കറിന് അടപ്പെടുത്തോ, പിന്നെ റെഡി. അടക്കട്ടെ. നല്ല ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ, പിന്നെ ചെറിയ ഫ്ലെയിമിൽ 4 വിസിൽ. അപ്പം ഡണ്ണായിരിക്കും. ഡൺ. നമ്മുടെ ഫ്രൈഡ് 2ാം ഘട്ടം ഉണ്ടല്ലോ. പാന, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, സവോള, കിഴങ്ങ് നമ്മൾ അതിനകത്ത് ഫ്രൈ ചെയ്തിടും കേട്ടോ. നമ്മൾ ബാക്കി പൊടി ഐറ്റങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, റെഡി. ഞാൻ വർത്താനം പറയുന്നത് നമ്മുടെ വീഡിയോ സൗണ്ട് കുറവാന്ന് പരാതിയുണ്ട്. നേരാണ്. ഇതാരാ പരാതി പറയുന്നത്? ചെറിയ കുറവുണ്ടോ? എനിക്ക് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്. വീട്ടിൽ കിടന്ന് ചീത്തോളിയും ബഹളം അടി ഉണ്ടാക്കുമ്പോൾ നല്ല സൗണ്ട് ആണല്ലേ? വീഡിയോ എടുക്കാൻ മാത്രം സൗണ്ട് ഇല്ല. സൗണ്ട് ഇല്ലെന്ന് പറയുന്നത് സൗണ്ട് ഇല്ലാണ്ടായിരിക്കും അല്ലേ? മൈക്കിൽ കത്തിച്ചാലോ? മൈക്കിന് ചൂടാക്കിയാലോ നമുക്ക് നിന്റെ മുകളിൽ വെച്ചിട്ട്. എന്തിനാണെന്നറിയോ? നമ്മുടെ വഴറ്റാൻ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാൻ. നമ്മുടെ കടുകാണ്. എണ്ണ കുറച്ചുകൂടി ചൂടാവേണ്ടി ഉണ്ടായിരുന്നോ? മതിയല്ലേ? പൊട്ടിക്കൊള്ളു. പൊട്ടി. ഇത് 2 സവോള അല്ലേ? ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല മുരുമുരാന്ന് കിട്ടണം കേട്ടോ. അതിനകത്ത് ഇട്ടേക്കണേ. ഉരുളക്കിഴങ്ങ് കറി ഫ്രൈ ആകുമ്പോഴത്തേനും ഉരുളക്കിഴങ്ങ് നല്ല ഭക്ഷണം പോലെ കിട്ടും. സവോള, വെളുത്തുള്ളി, വെള്ളൈപ്പൂണ്ട്, 6-7 വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. 6-7 അല്ലി, ഇഞ്ചി, പച്ചമുളകായി, തേങ്ങാക്കൊത്ത് മെയിനാണ്. ഇനി ഇരിക്കണ ഇതും കൂടെ ചേർത്ത് നമ്മൾ ഒരു ചെറുതായിട്ട് കടുക് പൊട്ടിച്ച് ഇത്തിരി ഇൻഗ്രീഡിയൻസ് ചേർത്ത് ലാസ്റ്റ് ചെയ്യണം.
നമ്മുടെ പന്നിക്കുട്ടൻ ഫസ്റ്റ് വിസിലടിച്ചു കേട്ടോ. ഇനി നമ്മൾ തീ കുറച്ച് വെക്കും കേട്ടോ. ഇനി അങ്ങനെ ഇരുന്നൊരു 4 വിസിൽ. തീ എന്ന് പറഞ്ഞാൽ ശരിക്കും കുറയ്ക്കരുത്, ശക്തി കയറ്റിയിട്ടുണ്ട്. 4 വിസിൽ അടിക്കുമ്പോൾ തന്നെ ഓൺ ചെയ്യും. എന്നിട്ട് നമ്മുടെ വറക്കാനുള്ള സെറ്റാനുള്ള സംഭവം ചെയ്യും. നമ്മുടെ പന്നി ഫ്രൈക്കകത്ത് ചേർക്കാനുള്ള ഈ സാധനം ശരിയാണ്. ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇത് സെറ്റായി. തേങ്ങ, പച്ചമുളക്, കരിയാപ്പില ഒക്കെ സാധനം. ഇനി നമ്മൾ അടുത്തതിനകത്താണ് ഉള്ളി വഴറ്റി പൊടിയിട്ട് സെറ്റാക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സ്വല്പം എണ്ണ വെച്ചാൽ കേട്ടോ. ഇതെന്തിനാ? ഇത് നമ്മുടെ ഉള്ളി വഴറ്റാൻ. ഉള്ളിക്കകത്താണ് നമ്മുടെ ഉള്ളി, നമ്മുടെ കുഞ്ഞുള്ളിക്കകത്താണ് നമ്മൾ ഇച്ചിരി മുളക് പൊടി, നമ്മുടെ ഗരം മസാല, പിന്നെ അതിനകത്ത് 2-3 വെളുത്തുള്ളി എല്ലാം കൂടെ ഇറക്കി അവൻ ഫ്രൈ ചെയ്ത് ആകുമ്പോൾ അവനെ ഇട്ട് നമ്മൾ ഫ്രൈ ആയി കഴിയുമ്പോഴേ നമ്മൾ ഇതിനെ ചേർക്കത്തുള്ളൂ. ഇനി ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് പൊടി 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പൊടിയിടാം. കുറച്ച് എണ്ണ മതി കേട്ടോ. കാരണം അതിന് പന്നി വെന്ത് കഴിയുമ്പോൾ പന്നിക്കാൻ നെയ്യ് ഉണ്ടാവും. അതിന് പറ്റിച്ചെടുക്കാൻ നമ്മൾ കുറച്ച് സമയം താമസിക്കും. പറ്റിച്ചെടുത്താലേ ഇതിന് ടേസ്റ്റ് വരുള്ളൂ. ഇത് ചുമ്മാ അങ്ങനെ കാണുമ്പോൾ നമുക്ക് അതിന് കുഴപ്പമൊന്നുമില്ല. ആർക്കും വേണം നോക്കാം, അങ്ങനെ പറഞ്ഞില്ല, എല്ലാവർക്കും നോക്കാം. അപ്പോൾ ഇച്ചിരി മെനക്കെടണം. ഇത് ഫുള്ള് കുറച്ച് എടുക്കുമോ? പിന്നെ ഇച്ചിരി സമയം എടുക്കും. ഒരു എങ്ങനെ പോയാലും 8-9 മിനിറ്റ് എടുക്കും. എല്ലാവരും പറയും 2 മിനിറ്റ് വഴറ്റി, 2 മിനിറ്റ് കൊണ്ടൊന്നും ആകില്ല. 2 മിനിറ്റൊക്കെ ഇത്ര ഉള്ളി വഴറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ പറഞ്ഞ് പണിയാൻ ചെയ്യും. എന്നായാലും 8-9 മിനിറ്റ് എടുക്കും. പിന്നെ കരിച്ച് ഉറക്കാനാണെന്നുണ്ടെങ്കിൽ മറ്റേ ചൈനക്കാരൻ കാണിക്കുന്നതിന് മുകളിലും താഴെയും തീടാം. എന്ത് വേണം? ഗരം മസാല, തീ കുറച്ചാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഏത് ചെറിയ ഉള്ളിക്കകത്താണ് ഇടുന്നത് കേട്ടോ. വേറെ കൊണ്ടിട്ടാൽ പണി കിട്ടും, അത് രുചി കിട്ടത്തില്ല. മുളക് പൊടി, 2 കൂടെ പൊടിച്ച മുളക് പൊടി. ഓക്കെ, കുരുമുളക് ചതച്ചെടുത്താണ്. മഞ്ഞപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്, മഞ്ഞപ്പൊടിയൊക്കെ മതി. ഇനി ഇതിനെ നമ്മൾ മൂപ്പിച്ചിട്ട് ഇതിനെ നമ്മൾ തന്നെ കാണിക്കുന്നറിയോ, ഒരു 2 സെക്കൻഡ് മൂത്തോട്ടെ, ഒരു സൂത്രം കഴിക്കാൻ. ഈ ഇതിൻ്റെ ചട്ടിയുടെ ഗുണമെന്നറിയോ, ഇച്ചിരി തീ അങ്ങോട്ട് കുറച്ച് വെച്ചെന്ന് പറഞ്ഞാലും ഇതിന് ചൂട് കൂട്ടായിരിക്കും. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരുന്നു കേട്ടോ. ഇതിനകത്ത് ഒത്തിരി നെയ്യ് ഉരുകി കിടപ്പുണ്ട്, മൊത്തം ഒഴിക്കരുത്. ഇവൻ്റെ പച്ച മണമൊന്ന് മാറി കഴിയുമ്പോഴത്തേനത് ഇവൻ്റെ ഒരു ശർക്കര സാധനം ഇതിനകത്തോട്ട് ഒഴിക്കണം. നെയ്യാണേ, വെള്ളം തുള്ളി പോലും ഒഴിച്ചിട്ടില്ല. ഇനി ഇവൻ വേണം വേണ്ടാ, തിളയ്ക്കുന്ന ഇല കണ്ടോ. പിന്നെ നമ്മുടെ സവോള വഴറ്റിയിട്ടിട്ടുണ്ട്. നമ്മളിനി അതിനകത്തോട്ട് അവനെ ഇട്ട് സെറ്റാക്കും. ഇനി നീ കുറച്ച് വെച്ചേക്കണേ. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ സവോളയും നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ, ഏല, കരിയാപ്പില, കടുക്, ആ സാധനത്തിന് വീണ്ടും നമ്മൾ അടുപ്പേ കയറ്റി. ഇനി നമ്മൾ ചെയ്യാൻ പോകാനറിയോ, ഇവനെ ഇതിനകത്തോട് തട്ടും. ഫുള്ള് വെള്ളം നമ്മളിപ്പോൾ ഒഴിക്കത്തില്ല, ആദ്യം നമ്മൾ പീസിനെ തട്ടും കേട്ടോ. ആവശ്യത്തിന് നമ്മൾ ചാറ് ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും ചാറുണ്ട്, ഇത് നമ്മൾ മാറ്റി വെക്കുക കേട്ടോ. ഇതിനകത്ത് നമ്മൾ ചാറ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടെ ആകുമ്പോഴത്തേനും അത് സെറ്റാവും. ഇത് കേട്ടല്ലോ, ഇത്രയും ചാറ് നമ്മൾ മാറ്റി വെച്ചു കേട്ടോ. ശരിക്കും വാട്ടിയെടുക്കണം അല്ലേ? ഇത് ആ സവോളയുടെ ഇതങ്ങോട്ട് പിടിക്കട്ടെ. അന്നേരത്തിന് അവൻ മൂത്ത് വരും. അവനെ കൂടെ നമ്മൾ ഇതിനകത്തോട്ട് എടുത്ത് തട്ടിയിട്ടുണ്ടല്ലോ എന്ന് അടിക്കും. ഇത് അടച്ചു വെക്കും. അടച്ചു വെച്ചിട്ട് തുറക്കുമ്പോൾ ഒരു മണം അടിക്കും. മണം അടിക്കുമ്പോൾ പദ്ധതി വിജയിക്കും. വിജയിച്ചില്ലേ കൊള്ളൂലെന്ന് പറയും. ഓക്കെ, എത്രയിട്ട് കുത്തി ഇളക്കാൻ പന്നി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്രേവി വെന്തു. അതായത് നമ്മുടെ ചെറിയ ഉള്ളിയുടെ ഗ്രേവി ഇരുമ്പിയായിട്ടാണ് സൂക്ഷിച്ചെടുക്കണം. നേരത്തെ ഒഴിക്കണം. ഇനി പോവാതിരിക്കാനായിട്ട് ഇതിനകത്തെ അംശം പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെറിയ പരിപാടി ചെയ്യും. എന്നറിയോ, നമ്മൾ മാറ്റി വെച്ച സാധനം ഇതിനകത്ത് ഒഴിക്കും. കാരണം അരപ്പ് തുള്ളി പോലും പോരുത്. അരപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല. ഇനി നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ഫ്രൈ ആയാലും ഇച്ചിരി കൊണ്ട് താമസിക്കും, കുഴപ്പമില്ല. പക്ഷേ ഇത് ഇച്ചിരി നെയ്യ് ഉള്ളതുകൊണ്ട് നമ്മളത് ഇതാക്കി കേട്ടോ. ഇതേ കണ്ടല്ലോ, ഈ തവി ഇടത്തില്ല, വേറെ തവി എടുത്തുള്ളൂ. വേറെ പാത്രം എടുക്കാനില്ല. ഈ പീസ് എടുത്തിട്ട് അമ്പാനെ വേണമെങ്കിൽ ശാലം കുരുമുളക് ചേർക്കും കേട്ടോ. നെയ് പീസ് ചുമ്മാ അടിക്കരുത് കേട്ടാ.
തൊലി നെയ്യോടെ ചേർത്ത്. സാധനം എങ്ങനെയുണ്ട്? ആഹാ, എന്നെ സൂപ്പർ പറയാം. കണ്ണെന്തറ അങ്ങനെ അടഞ്ഞു പോയത്? ഒരു പീസ് കൊടുക്കട്ടെ. അല്ല, ടേസ്റ്റ് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏത് ഗ്രേവിയുടെ ഇന്നൊരു കഷ്ണം കഴിച്ചിട്ട് ഞാനും പറയാം എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത്. അതിപ്പോൾ തരില്ല, എൻ്റെ കൈ പൊള്ളും. നീ കഴിച്ചോ? പന്നി എന്ന് പറഞ്ഞാണല്ലോ, പന്നി പ്രത്യേക ടേസ്റ്റാണ്. പന്നി നെയ്യ് ഉരുക്കാതെ നിദാനം വെക്കണം. നെയ്യ് ഉരുക്കി കളഞ്ഞ് വെക്കും, അങ്ങനെ വെക്കരുത്. ആ നെയ്യ് ഉരുക്കി അതിനകത്ത് ഇതിനെ വറുത്തെടുക്കണം. ചെമ്പിൻ്റെ മറ്റേ ഓട്ടുള്ളിലാണല്ലോ പൊളിക്കും, നടുക്കും അങ്ങോട്ട് കുഴിച്ച് വെച്ചിട്ട് ഇവനെ കോരി ഇതിൻ്റെ പുറത്ത് ഒഴിക്കണം. ഉരുവരി വരുന്നതിനെ പതുക്കെ പതുക്കെ പറ്റും. അതിനകത്തോട്ട് ഇഞ്ചി കുരുമുളകും കൂടെ സെപ്പറേറ്റ് ഇടിച്ചരച്ചിടണം. ഇത് കേട്ടോ, ഇതിനകത്ത് ഇതിൻ്റെ ഇതിനകത്ത് ഉരുളക്കിഴങ്ങില്ല, ഇതേ സെയിം ടേസ്റ്റ് ആയിരിക്കും.